ഇനി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അറിയാം. നമ്മൾ ഫേസ് ആർട്ടിനെ കുറിച്ചാണ്. ആർദ്രയായിരുന്നു നമ്മുടെ അതിഥി. നമ്മളിനി പോകുന്നതും സ്കിന്നുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലേക്ക് തന്നെയാണ്. ഇന്ന് വിപണിയിൽ നിരവധി സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ ലഭ്യമാണ്. അവ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ചോദ്യം പലയിടങ്ങളിലും നമുക്ക് കാണാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. അത് അപകടകാരികളാണോ എന്ന ചോദ്യവും അതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ഉപയോഗിക്കും മുമ്പ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇതേക്കുറിച്ച് പറയാൻ ഡോക്ടർ നീതു ബി ജോൺസ് എത്തിയിട്ടുണ്ട്. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാം. ഇന്ന് ഫെയർനെസ് ക്രീം എന്നും പറഞ്ഞ് പലതരം ക്രീമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഉപയോഗം നമ്മൾക്ക് ഗുണമാണോ ദോഷമാണോ വരുത്തുന്നതെന്ന് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാല് പല ക്രീംസും നമ്മളിപ്പോ കടയിൽ തന്നെ പോകണമെന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെ പല പേജുകളും ഇതേപോലത്തെ ക്രീമുകൾ ലേബൽ പോലും നേരെ ഇല്ലാത്ത, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ക്രീമുകൾ വിൽക്കുന്നുണ്ട്. അപ്പോ ആൾക്കാര് ഈ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു മികവ് കാരണം ആൾക്കാരത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് കാരണം പലതരം ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്ന ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് എവിടെയായിരുന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പല ക്രീമുകൾക്കും അകത്തോട്ടേക്ക് അത് പോകുവാനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ക്രീം യൂസ് ചെയ്താലും ഒരു ഡോക്ടറുടെ ഗൈഡൻസോടെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഈ ക്രീമുകളിൽ തന്നെ നമ്മുടെ ഈ മെഡിക്കൽ ക്രീംസിൽ നമ്മൾ വേറെ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആൾക്കാർ ഈ ഫെയർനെസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ സ്റ്റിറോയിഡ് ഒക്കെ അടങ്ങിയ ക്രീമുകൾ നമ്മൾ പലതരം അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ക്രീമുകളാണ്. പക്ഷെ ഇത് തേക്കുമ്പോൾ സ്റ്റിറോയിഡ് ക്രീമുകൾക്ക് ഒരുപാട് നാള് തേക്കുമ്പോഴത്തേക്കും സ്കിന്നിന് അതിന്റേതായ സ്റ്റിറോയിഡ് ഡാമേജ് എന്ന് പറയുന്ന ചേഞ്ചസ് വരികയും മോക്കുരു വരികയും ചുമപ്പ് വരിക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, വെയിലത്തിറങ്ങുമ്പോൾ തന്നെ ചുമന്ന് തടിക്കുക, അങ്ങനത്തെ പലതരം ചേഞ്ചസ് ആയിട്ട് വരാറുണ്ട്. അത് യൂഷ്വലി യൂത്തിന്റെ ഇടയിലാണ് അധികമായി കോമൺ ആയി ഇങ്ങനത്തെ ചേഞ്ചസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രീം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഡോക്ടറിന്റെ ഗൈഡൻസോടെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു മിസ്കോൺസെപ്ഷൻ ആണ് ആൾക്കാരുടെ, ദാറ്റ് ഒരു ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെളുക്കാൻ പറ്റും എന്നുള്ളത് ഒരു മിസ്കോൺസെപ്ഷൻ ആണ്. നമുക്ക് ജനറ്റിക്കലി എന്താണോ കളർ അതിനെ നമുക്ക് കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും ഒരു ഗ്ലോ കിട്ടാനുമാണ് നമ്മൾ യൂഷ്വലി ഈ ക്രീമുകൾ ആൾക്കാർക്ക് നൽകുന്നത്. അല്ലാതെ ഒരാളെ ഫെയർ ആക്കുക, വെളുപ്പിക്കുക എന്ന് പറയുന്നത് നോർമലി ഒരു പിഗ്മെന്റേഷന് വേണ്ടി കൊടുക്കുന്ന ക്രീം കൊണ്ട് അത്രയും ഒരു ലെവൽ വ്യത്യാസം സാധ്യമല്ല. അപ്പൊ അതും ഇന്നത്തെ ആൾക്കാരും അത് മനസ്സിലാക്കാതെ വെളുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് അവർ മിക്കവരും ഈ ക്രീംസ് വാങ്ങിക്കുന്നത്. അപ്പോ അത് കാരണം ഈ സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്യുന്നതിൽ ഒരു ഡാമേജ് ആണ് ഈ ചുമന്ന് വരുന്നത്. ആ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതല്ലാതെ തന്നെ വേറെയും ചില ക്രീംസ് ഉണ്ട്. അതിനകത്തുള്ള ഹെവി മെറ്റൽ കണ്ടന്റ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡീനെ ഡാമേജ് ചെയ്യുന്നത്. ഇത് അകത്തോട്ടേക്ക് അബ്സോർബ് ആവുകയും അത് നമ്മുടെ കിഡ്നീസിനെ ബാധിക്കുകയും അത് കാരണം കിഡ്നി ഫെയിലിയർ വരെ റിപ്പോർട്ട് ചെയ്ത കേസസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോ ഈ നമ്മള് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഡോക്ടറിന്റെ ഗൈഡൻസോടെ സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അടങ്ങിയ പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. അല്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വെളുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമ്മളെ ഭയങ്കര ഷെയ്ഡ് വെളുപ്പിക്കുന്നു, അങ്ങനത്തെ മാർക്കറ്റ് ചെയ്യുന്ന ക്രീംസിലോട്ടൊന്നും നമ്മൾ അങ്ങനെ മീൻസ് നമ്മൾ വാങ്ങിക്കാതെ അല്ലാതെ നമ്മുടെ ഡോക്ടറിന്റെ ഗൈഡൻസിൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് വാങ്ങിക്കുന്നതായിരിക്കും ഓൾവേസ് ബെറ്റർ. അത് കാരണം ഇത് പല ക്രീംസ് കാരണം ഇതേപോലെ ഇന്റേണൽ പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഡോക്ടറിന്റെ ഗൈഡൻസ് അനുസരിച്ച് ക്രീമുകൾ വാങ്ങിക്കാനായി ഗൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്രീംസ് വാങ്ങിക്കുമ്പോൾ ഈ ലേബൽ ഇല്ലാത്ത ക്രീംസ് ഒരിക്കലും വാങ്ങിക്കരുത്. ചില ക്രീംസിലൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും മെൻഷനേ ആയിരിക്കില്ല. അപ്പോ ഈ അറബിക് ക്രീം, പിന്നെ ഈ എബ്രോഡ് നമ്മുടെ ഈ UAE എന്നൊക്കെ ചില ആൾക്കാർ വാങ്ങിക്കാറുണ്ട് ഫേസ് ക്രീം, അങ്ങനത്തെ ഓരോ ക്രീംസ് ഒന്നും ഒരിക്കലും വാങ്ങിക്കരുത്. എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു ഓൺലൈൻ സൈറ്റിലൊന്നും വാങ്ങിക്കാതെ ഒരു ഡോക്ടറിന്റെ പ്രോപ്പർ ഗൈഡൻസോടെ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രീം എന്ന് വെച്ചാൽ ഡോക്ടർ ഡിസൈഡ് ചെയ്ത് ആ ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഓൾവേസ് ബെറ്റർ. നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ നല്ല സ്കിൻ ആവാനായിട്ടും ഡെഫിനറ്റ്ലി ഡോക്ടറിന്റെ ഒരു ഗൈഡൻസിൽ ക്രീം വാങ്ങിക്കുക. ശരി. അപ്പോൾ ഫെയർനെസ് ക്രീം ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയ അറിവുകളും പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം.